പ്രിയരെ, നിങ്ങളേവരെയും റാപ്പിഡ് മാത്സ് ലേണിംഗ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങി വെച്ച ടോപ്പിക് ആവറേജ് ആണ്. ഇന്നും അതിന്റെ തുടർച്ച തന്നെയാണ്. ഇന്ന് ആവറേജിന്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് എന്തെന്ന് വെച്ചാൽ, ഒരു കൂട്ടത്തിലേക്ക് പുതുതായി ഒരു വ്യക്തി ചേരുമ്പോഴോ പിരിഞ്ഞു പോകുമ്പോഴോ അതുപോലെ റീപ്ലേസ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന ആവറേജിലെ പ്രോബ്ലംസ് ആണ്. അതെങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാമെന്ന് ഇന്ന് നമുക്ക് പഠിക്കാം. ഈ കൺസെപ്റ്റിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നിങ്ങൾ ഒരൊറ്റ ട്രിക്ക് മാത്രം പഠിച്ചാൽ മതി. അതെ, ഒരൊറ്റ ട്രിക്ക് മാത്രം. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പായി ആവറേജിലെ കുറച്ച് കൺസെപ്റ്റ്സും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. n സംഖ്യകളുടെ ശരാശരി x ആണെങ്കിൽ അതിൽ ഓരോ സംഖ്യയോടും a കൂട്ടിയാൽ കിട്ടുന്ന ശരാശരി x പ്ലസ് a ആണ്. n സംഖ്യകളുടെ ശരാശരി x ആണെങ്കിൽ അതിൽ ഓരോ സംഖ്യയോടും a കുറച്ചാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി x മൈനസ് a ആണ്. n സംഖ്യകളുടെ ശരാശരി x ആണെങ്കിൽ അതിൽ ഓരോ സംഖ്യയോടും a കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ശരാശരി ax ആണ്. അപ്പോൾ നമുക്കിനി ഓരോ പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി 13 വയസ്സാണ്. ടീച്ചറെയും കണക്കിലെടുത്തപ്പോൾ ക്ലാസ്സിലെ ശരാശരി 1 കൂടുന്നു. എങ്കിൽ ടീച്ചറിന്റെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. ഇവിടെ 30 കുട്ടികളുടെ ശരാശരി 13. ടീച്ചറും കൂടെ വന്നപ്പോൾ അത് 31 പേരായി. ആ 31 പേരുടെ ശരാശരിയോ 14. ഇനി 31 നിന്ന് 30 കുറയ്ക്കുക. ആ വ്യത്യാസം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുക. ഇനി 14 നിന്ന് 13 കുറയ്ക്കുക. അതിന്റെ വ്യത്യാസം റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതുക. ഇനി ശ്രദ്ധിക്കുക, ട്രിക്ക് ഇങ്ങനെയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വ്യത്യാസത്തെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ബോട്ടം നമ്പർ കൊണ്ട് ഗുണിക്കുക. അതിനോടൊപ്പം റൈറ്റ് ഹാൻഡ് സൈഡിലെ വ്യത്യാസത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പറിനോട് ഗുണിക്കുക. ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള സം ആയിരിക്കും നമ്മളുടെ ആൻസർ. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് എത്രയാണ്? +1 ആണ്. അതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ബോട്ടം നമ്പറായ 14നോട് ഗുണിക്കുക. +1 ഗുണം 14 സമം +14. ഇനി അതിനോടൊപ്പം റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ +1നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പറായ 30 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? +1 ഗുണം 30 +30 ആണ്. ഇവ തമ്മിലുള്ള സം എടുക്കുക. 14 + 30 44. അപ്പോൾ ക്ലാസ്സിലേക്ക് പ്രവേശിച്ച ടീച്ചറിന്റെ വയസ്സ് 44. ഈ ട്രിക്ക് മനസ്സിലായല്ലോ? ഒന്നുകൂടെ ഓർത്തിരിക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസിനെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ബോട്ടം നമ്പർ കൊണ്ട് ഗുണിക്കുക. റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പർ കൊണ്ട് ഗുണിക്കുക. ഇവ തമ്മിലുള്ള തുകയായിരിക്കും നമ്മളുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി 10 വയസ്സാണ്. ടീച്ചറിനെയും കണക്കിലെടുത്തപ്പോൾ ക്ലാസ്സിലെ ശരാശരി 2 കൂടുന്നു. എങ്കിൽ ടീച്ചറിന്റെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. ഇവിടെ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ്. ടീച്ചറിനെ കൂടെ ഉൾപ്പെടുത്തുമ്പോൾ 21 പേരുടെ ശരാശരി വയസ്സ് 12 മാറുന്നു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. 21 നിന്ന് 20 കുറയ്ക്കുമ്പോൾ +1. റൈറ്റ് ഹാൻഡ് സൈഡിലോ 12 നിന്ന് 10 കുറയ്ക്കുമ്പോൾ +2. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് കൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലെ ബോട്ടം നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. +1 കൊണ്ട് 12 ഗുണിക്കുമ്പോൾ +12. അതിനോടൊപ്പം റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ +2 കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പറിനെ ഗുണിക്കുക. അപ്പോൾ +2 കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പറായ 20നെ ഗുണിക്കുമ്പോൾ +40. അപ്പോൾ 12ഉം 40ഉം കൂടെ കൂട്ടുമ്പോൾ 52. അപ്പോൾ ക്ലാസ്സിലെ ടീച്ചറിന്റെ വയസ്സ് 52 ആണ്. അടുത്ത ചോദ്യം നോക്കാം. 40 കുട്ടികളുടെയും ഒരു അധ്യാപികയുടെയും ശരാശരി വയസ്സ് 11 ആണ്. അധ്യാപികയുടെ വയസ്സ് ഒഴിവാക്കിയാൽ ശരാശരി 1 കുറയും. എങ്കിൽ അധ്യാപികയുടെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ കുട്ടികളും ടീച്ചറും കൂടെ ഉൾപ്പെടെ 41 പേരുണ്ട്. 41 പേരുടെ ശരാശരി 11 ആണ്. ടീച്ചറിനെ ഒഴിവാക്കിയാൽ 40 കുട്ടികളുടെ ശരാശരി 10 ആണ്. 40ൽ നിന്ന് 41 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി? -1. ഈ മൈനസിന് പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ എഴുതണം. റൈറ്റ് ഹാൻഡ് സൈഡിലോ 10ൽ നിന്ന് 11 കുറയ്ക്കുക, -1. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ -1 കൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലെ ബോട്ടം നമ്പറായ 10നെ ഗുണിക്കുക. -1 ഗുണം 10 -10. അതിനോടൊപ്പം റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ -1 കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പറായ 41നെ ഗുണിക്കുക. അപ്പോൾ -10ഉം -41ഉം രണ്ടും കൂടി കൂട്ടുമ്പോൾ -51. ആ നെഗറ്റീവ് സിമ്പിൾ നെഗ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ അധ്യാപികയുടെ പ്രായം 51 വയസ്സ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു ബോട്ടിൽ 30 യാത്രക്കാരുടെ ശരാശരി തൂക്കം 45 കിലോഗ്രാമാണ്. ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി 1 കിലോഗ്രാം കുറഞ്ഞു. എങ്കിൽ പുതിയ യാത്രക്കാരന്റെ തൂക്കം എത്രയെന്നാണ് ചോദ്യം. ഇവിടെ 30 പേരുടെ ശരാശരി ഭാരം 45 കിലോഗ്രാമാണ്. ഒരാൾ കൂടി വന്നപ്പോൾ അത് 31 പേരായി. ആ 31 പേരുടെ ശരാശരി ആണെങ്കിലോ 1 കുറയാണ്. 31 പേരുടെ ശരാശരി 44 ആണ്. അപ്പം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. 31 നിന്ന് 30 കുറയ്ക്കുമ്പോൾ +1. റൈറ്റ് ഹാൻഡ് സൈഡിലോ
44 നിന്ന് 45 കുറയ്ക്കുമ്പോൾ -1. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ +1 കൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലെ ബോട്ടം നമ്പറായ 44 ഗുണിക്കുക. അങ്ങനെ +44. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ -1 കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പറായ 30 മൾട്ടിപ്ലൈ ചെയ്യാം. -1 ഗുണം 30 -30. അപ്പോൾ 44 നിന്ന് 30 കുറയ്ക്കുമ്പോൾ 14. അപ്പോൾ പുതുതായി വന്ന യാത്രക്കാരന്റെ ഭാരം 14 കിലോഗ്രാം. അടുത്ത ചോദ്യം നോക്കാം. 5 വർഷം മുമ്പ് ABC-യുടെ ശരാശരി വയസ്സ് 44 ആയിരുന്നു. ഇന്ന് ഈ കൂടി അവരുടെ കൂടെ ചേരുമ്പോൾ ശരാശരി 47 ആയി. എങ്കിൽ ഇയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. 5 വർഷം മുമ്പ് ABC-യുടെ ശരാശരി വയസ്സ് 44 ആയിരുന്നു. അപ്പോൾ 5 വർഷത്തിന് ശേഷം, അതായത് ഇന്ന് അവരുടെ ശരാശരി വയസ്സ് എത്രയായിരിക്കും? എല്ലാവർക്കും 5 വയസ്സ് വീതം കൂടിയിട്ടുണ്ട്. അപ്പോൾ ശരാശരിയിലും അതുപോലെ വർദ്ധിക്കും. അപ്പോൾ ഇന്ന് അവരുടെ ശരാശരി വയസ്സ് 49 ആണ്. ഈ കൂടെ വന്നപ്പോൾ അവരുടെ ശരാശരി 47 ആയി മാറി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ കൂടെ വരുമ്പോൾ വ്യക്തികളുടെ എണ്ണം 5 ആയി. 5 പേരുടെ ശരാശരി 47 ആയി മാറി. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. 5-ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ +1. റൈറ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിലോ 47-ൽ നിന്ന് 49 കുറയ്ക്കുമ്പോൾ -2. ഇപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ +1 കൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലെ ബോട്ടം നമ്പറായ 47 ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? +1 × 47, 47 തന്നെ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ -2 കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പറായ 4 ഗുണിക്കുക. എത്ര കിട്ടും? -8. 47-ന്ന് 8 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 39. അതായത് ഇയുടെ ഇപ്പോഴത്തെ വയസ്സ് 39 ആണ്. അടുത്ത ചോദ്യം നോക്കാം. 3 വർഷം മുമ്പ് ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി വയസ്സ് 17 ആണ്. ആ കുടുംബത്തിൽ ഒരു കുഞ്ഞു കൂടി ജനിക്കുകയുണ്ടായി. കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ശരാശരി വയസ്സ് അത് തന്നെയാണ്. എങ്കിൽ ഇപ്പോൾ ആ പുതിയ കുട്ടിയുടെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. ഇവിടെയും ശ്രദ്ധിക്കുക. 3 വർഷം മുമ്പ് ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി വയസ്സ് 17 ആണ്. എങ്കിൽ ഇപ്പോൾ അവരുടെ ശരാശരി വയസ്സ് എത്രയാണ്? എല്ലാവർക്കും 3 വയസ്സ് വീതം കൂടിയിട്ടുണ്ട്. അങ്ങനെ ശരാശരി 17-ൽ നിന്ന് 3 കൂടെ കൂടി 20 ആയി. അപ്പോൾ 5 പേരുടെ ശരാശരി വയസ്സ് 20 ആണ്. അപ്പോൾ പുതുതായി ഒരു കുഞ്ഞുകൂടി ജനിച്ചപ്പോൾ വ്യക്തികളുടെ എണ്ണം 6 ആയി മാറി. 6 പേരുടെ ശരാശരി എത്രയാണെന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 3 വർഷം മുമ്പ് അവരുടെ ശരാശരിയായ 17-ന് തുല്യം തന്നെയാണ്. അപ്പോൾ 6 പേരുടെ ശരാശരി 17. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് നോക്കാം. 6-ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ +1. റൈറ്റ് ഹാൻഡ് സൈഡിലോ 17-ൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ -3. കാൽക്കുലേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ +1 കൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലെ ബോട്ടം നമ്പറായ 17-നെ ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടി? 17. ആ 17-ൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ -3 കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പറായ 5-നെ ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? -15. 17-ൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 2. ഇപ്പോൾ കുഞ്ഞിന് 2 വയസ്സായി. അടുത്ത ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിലെ 50 കുട്ടികളുടെ ശരാശരി ഭാരം 40 ആണ്. ഒരു കുട്ടി ക്ലാസ് വിട്ടു പോയപ്പോൾ ശരാശരി 100 ഗ്രാം കുറഞ്ഞു. എങ്കിൽ ക്ലാസ് വിട്ടുപോയ കുട്ടിയുടെ ഭാരം എത്രയാണ്? ഇവിടെ 50 കുട്ടികളുടെ ശരാശരി ഭാരം 40 ആണ്. ഒരു കുട്ടി വിട്ടുപോയപ്പോൾ അവരുടെ ശരാശരി ഭാരം 100 ഗ്രാം കുറഞ്ഞു. അപ്പോൾ 49 കുട്ടികളുടെ ശരാശരി ഭാരം 39 കിലോയും 900 ഗ്രാമുമാണ്. അതിനെ നമുക്ക് 39.9 നിന്ന് എഴുതാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. 49-ൽ നിന്ന് 50 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? -1. റൈറ്റ് ഹാൻഡ് സൈഡിലോ 39.9-ൽ നിന്ന് 40 കുറയ്ക്കുന്നു. എത്ര കിട്ടും? -100 ഗ്രാം. -100 ഗ്രാമിന് നമുക്ക് എങ്ങനെ എഴുതാം? -0.1 എന്ന് എഴുതാം. അപ്പോൾ നമുക്കിനി കാൽക്കുലേഷൻ നടത്താം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ -1 കൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലെ ബോട്ടം നമ്പറായ 39.9-നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? -39.9. അതിനോടൊപ്പം റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ -0.1 കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പറായ 50-യെ ഗുണിക്കുക. -0.1-നെ 50 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? -5 എന്ന് കിട്ടും. അപ്പോൾ -39.9-നോട് -5 കൂട്ടുമ്പോൾ എത്ര കിട്ടി? -44.9. ആ മൈനസിനെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഉത്തരം 44.9 കിലോഗ്രാം. അടുത്ത ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിലെ 36 കുട്ടികളുടെ ശരാശരി വയസ്സ് 27 ആണ്. ഒരു കുട്ടി ക്ലാസ് വിട്ടു പോയപ്പോൾ ശരാശരി വയസ്സ് 3 മാസം കൂടി. എങ്കിൽ ക്ലാസ് വിട്ടുപോയ കുട്ടിയുടെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. ഇവിടെ 36 കുട്ടികളുടെ ശരാശരി വയസ്സ് 27 ആണ്. ഒരു കുട്ടി വിട്ടുപോയപ്പോൾ അത് 35 ആയി മാറി. 35 പേരുടെ ശരാശരി വയസ്സ് 27 വർഷവും 3 മാസവുമാണ്. അപ്പോൾ നമുക്കിനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് നോക്കാം. 35-ൽ നിന്ന് 36 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? -1. റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആണെങ്കിലോ 27 വർഷം 3 മാസത്തിൽ നിന്ന് 27 വർഷം കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 3 മാസം. 3 മാസത്തിനെ നമ്മൾ വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ എത്രയാവും? 3 മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെ 4/1. അപ്പോൾ നമുക്കതിനെ 1/4 വർഷം എന്ന് എഴുതാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ -1 കൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലെ ബോട്ടം നമ്പറായ
27 വർഷം 3 മാസത്തേക്ക് ഗുണിച്ചാൽ എത്ര കിട്ടും? -27 വർഷവും 3 മാസവും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ +3 months അല്ലെങ്കിൽ +1/4 ഇയേഴ്സിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പറായ 36നെ ഗുണിക്കും. 36നെ 1/4 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 9 വർഷം. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടണം. -27 ഇയേഴ്സ് 3 monthsനോടൊപ്പം 9 ഇയേഴ്സും കൂടെ കൂട്ടുമ്പോൾ എത്രയായി? -18 ഇയേഴ്സ് 3 months. അങ്ങനെ ആ മൈനസ് നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ വിട്ടുപോയ കുട്ടിയുടെ പ്രായം 18 വയസ്സും 3 മാസവും. അടുത്ത ചോദ്യം നോക്കാം. ഒരു ഹോസ്റ്റലിൽ 35 കുട്ടികളുണ്ട്. പുതുതായി 7 കുട്ടികളോട് വന്നപ്പോൾ മെസ്സിലെ ഒരു ദിവസത്തെ ചെലവ് 42 രൂപ വർദ്ധിച്ചു. എന്നാൽ ശരാശരി ചെലവ് 1 രൂപ കുറഞ്ഞു. എങ്കിൽ മെസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ചെലവ് എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക. ആദ്യം ഉണ്ടായിരുന്ന ആവറേജോ പുതുതായി ഉണ്ടായ ആവറേജോ ഇവിടെ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ഗസ് ചെയ്യണം. ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ട്. പുതുതായി 7 പേര് വന്നപ്പോൾ ഒരു ദിവസത്തെ ചെലവ് 42 രൂപ വർദ്ധിച്ചു. അപ്പോൾ നമുക്കിവിടെ വർധനവ് എത്രയാണെന്ന് നമുക്കുണ്ട്. നമുക്കിനി കണ്ടുപിടിക്കേണ്ടതാണ് ആദ്യം മെസ്സിലുണ്ടായിരുന്ന ചെലവ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഉണ്ടായിരുന്ന ശരാശരി കണ്ടുപിടിച്ചാൽ മാത്രം മതി. ആദ്യം ഉണ്ടായിരുന്ന ശരാശരി കണ്ടുപിടിച്ചാൽ ആ ശരാശരി അന്നുണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അന്നത്തെ ചെലവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലിടുക. അപ്പോൾ നമുക്ക് നോക്കാം. 35 കുട്ടികളുടെ ശരാശരി A ആണെന്ന് കരുതുക. പുതുതായി 7 കുട്ടികൾ വന്നപ്പോൾ 35 കുട്ടികളുടെ സ്ഥാനത്ത് അത് എന്തായി മാറി? 42 കുട്ടികളായി. 42 കുട്ടികളുടെ ശരാശരി ആണെങ്കിൽ 1 കുറഞ്ഞു. അതങ്ങനെ A-1 ആയി. അപ്പോൾ നമുക്കിനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് നോക്കാം. 42 നിന്ന് 35 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? +7. റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആണെങ്കിലോ A-1 നിന്ന് A കുറയ്ക്കുകയാണ്. അപ്പോൾ എത്ര കിട്ടും? -1. അപ്പോൾ നമുക്കിനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ +7 കൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലെ ബോട്ടം നമ്പറായ A-1 ഗുണിക്കുക. അപ്പോൾ +7 ഗുണം A-1 ആകുമ്പോൾ എത്രയായി? 7A-7. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ -1 കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പറിനെ ഗുണിക്കുക. -1 ഗുണം 35 -35. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തായി മാറി? 7A-7 -35. ഇത് എന്തിന് തുല്യമാണ്? അവിടെ ഉണ്ടായിരുന്ന മെസ്സിലെ വർധനവിന് തുല്യമാണ്. അത് എത്രയാണ്? 42 രൂപയാണ്. അപ്പോൾ 7A-7 -35 42 ആണ്. ഇപ്പോൾ ഇടതുവശത്തുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടാം. -7ഉം -35 കൂടെ കൂട്ടുമ്പോൾ -42. അപ്പോൾ 7A -42 42. -42 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? അപ്പോൾ 7A 84. അങ്ങനെ A എത്ര? 84നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. അതായത് 35 കുട്ടികളുണ്ടായിരുന്നപ്പോൾ ഉള്ള ശരാശരി 12 ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് മെസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ചിലവ് എത്രയെന്നാണ്. അപ്പോൾ ഇവിടെ ശരാശരി 12 ആണ്. ആ ശരാശരിയെ 35 കൊണ്ട് ഗുണിക്കുമ്പോൾ മെസ്സിൻ്റെ ചിലവ് കിട്ടുമല്ലോ. 12 ഗുണം 35 420 രൂപ. അടുത്ത ചോദ്യം നോക്കാം. ഒരു കൂട്ടം കുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോഗ്രാമാണ്. 58 കിലോ ഭാരമുള്ള ഒരു കുട്ടി കൂടി ചേരുമ്പോൾ ശരാശരി ഭാരം 1 കൂടുന്നു. എങ്കിൽ ആദ്യം എത്ര കുട്ടികളുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പുതുതായി വന്ന ആളുടെ ഭാരം എത്രയാണെന്ന് അറിയാം. കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് അസ്യൂം ചെയ്യുക. അത് എത്രയാണ്? N ആണെന്ന് കരുതുക. N കുട്ടികളുടെ ശരാശരി ഭാരം 40. പുതുതായി ഒരു കുട്ടിയും കൂടെ വരുമ്പോൾ ശരാശരി 1 കൂടുന്നു. അപ്പോൾ കുട്ടികളുടെ എണ്ണം എന്തായി മാറുന്നു? N+1. N+1 = 41. ഇതിൻ്റെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഉത്തരം എത്രയാണ്? 58 ആണ്. എന്തുകൊണ്ടാണ്? പുതുതായി വന്ന കുട്ടിയുടെ ഭാരം ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാണ്? 58 ആണ്. നമുക്കിനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് നോക്കാം. N+1 - N എത്ര കിട്ടും? +1 തന്നെ. റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആണെങ്കിലോ 41 നിന്ന് 40 കുറയ്ക്കാം. അപ്പോൾ അത് എത്ര കിട്ടും? +1. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ +1 കൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലെ ബോട്ടം നമ്പറായ 41 ഗുണിക്കുക. എത്ര കിട്ടും? 41. ആ 41നോടൊപ്പം റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആയ +1 കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പറിനെ ഗുണിക്കുക. +1 ഗുണം N. അപ്പോൾ എന്ത് കിട്ടും? N തന്നെയാണ്. അപ്പോൾ 41 + N എത്രയാവണം? 58. അപ്പോൾ N എത്ര? 58ൽ നിന്ന് 41 കുറയ്ക്കുന്നു 17 ഉത്തരം. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം 17 ആണ്. അടുത്ത ചോദ്യം നോക്കാം. 20 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40 കിലോ ഭാരമുള്ള ഒരു കുട്ടി പോയിട്ട് വേറൊരു കുട്ടി വന്നപ്പോൾ കുട്ടികളുടെ ശരാശരി ഭാരം 1 കിലോഗ്രാം കൂടി. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും നേരം നമ്മൾ ചെയ്ത പ്രോബ്ലംസ് എല്ലാം ഒരു വ്യക്തി വരികയോ അല്ലെങ്കിൽ ഒരു വ്യക്തി വിട്ടുപോവുകയോ ചെയ്തതാണ്. ഇവിടെയാണെങ്കിലോ ഒരു വ്യക്തി പോയിട്ട് പകരമായി മറ്റൊരു വ്യക്തി വന്നു. അതായത് റീപ്ലേസ്മെന്റിന് തുല്യമാണ്. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് എപ്പോഴും 0 ആയിരിക്കും. കാരണം 20 കുട്ടികൾ ആദ്യമേ ഉണ്ട്. അതിൽ ഒരു കുട്ടി പോയിട്ട് വേറൊരു കുട്ടി വന്നു. അപ്പോഴും കുട്ടികളുടെ എണ്ണം എത്രയാണ്? 20 തന്നെയാണ്. അപ്പോൾ റീപ്ലേസ്മെന്റ് പ്രോബ്ലം ചെയ്യുമ്പോഴും അതിൻ്റെ എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ വർധനവ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അതിൽ നിന്ന് ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കുന്നെന്ന് നമുക്ക് നോക്കാം. ഇവിടെ
ശരാശരി ഭാരം എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എ ആണെന്ന് അസ്യൂം ചെയ്യാം. ഒരു കുട്ടി പോയിട്ട് പുതുതായൊരു കുട്ടി വന്നപ്പോൾ ശരാശരി 1 കൂടി. അപ്പോൾ താഴെ എന്താവും? 20 കുട്ടികളുടെ ശരാശരി A+1. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കേണ്ട, അതെന്താണ്? 0 തന്നെയാണ്. റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് ആണെങ്കിലോ A+1 - A +1. അപ്പോൾ ഇതിനോട് ശ്രദ്ധിക്കുക, ആദ്യം 40 കിലോ ഭാരമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി പോയിട്ട് വേറൊരു കുട്ടി വന്നപ്പോൾ ശരാശരി 1 കൂടി. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പുതുതായി വന്ന കുട്ടിയുടെ ഭാരം 40നേക്കാൾ കൂടുതലായിരിക്കും. ശരിയല്ലേ? ആ വർധനവ് എത്രയാണെന്നാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകണം. ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട. റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പറിനെ ഗുണിച്ചാൽ മാത്രം മതി. റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് എത്രയാണ്? +1. ആ +1നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പറായ 20നോട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? +20 എന്ന് പറഞ്ഞാൽ വർധനവ് 20 കിലോയാണ്. അപ്പോൾ പുതിയ കുട്ടിയുടെ ഭാരം എത്രയാണ്? 40 + 20 60 കിലോഗ്രാം. ഒന്നുകൂടെ പറയാം, നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം റീപ്ലേസ്മെൻറ്റ് പ്രോബ്ലമാണ്. ആ സൈഡ് 0 ആയിരിക്കും. പിന്നെ നമ്മൾ ആകെ കണ്ടുപിടിക്കുന്ന ഇവിടുത്തെ വർധനവ് എത്രയാണ്? 40 കിലോ ഉള്ള ഒരു കുട്ടി പോയിട്ട് വേറൊരു കുട്ടി വന്നപ്പോൾ ശരാശരി കൂടിയെന്ന് പറഞ്ഞാൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം 40നേക്കാൾ മുകളിലാണ്. അപ്പോൾ നമ്മളിവിടെ വർധനവ് എത്ര കണ്ടുപിടിക്കുന്നു? റൈറ്റ് ഹാൻഡ് സൈഡ് ഡിഫറൻസായ +1 കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പറായ 20നെ ഗുണിക്കുന്നു. അത് എത്ര കിട്ടുന്നു? +20. നേരത്തെ 40 കിലോ ഭാരമുള്ള ഒരു കുട്ടി പോയിട്ട് പകരം വന്ന കുട്ടിയുടെ ഭാരം 40 + 20 60 കിലോഗ്രാമാണ്. അടുത്ത ചോദ്യം നോക്കാം. 12 ടീച്ചർമാരുള്ള ഒരു സ്കൂളിൽ ഒരു ടീച്ചർ വിരമിച്ച സ്ഥാനത്ത് ഒരു പുതിയ ടീച്ചർ വന്നു. പുതിയ ടീച്ചറിൻ്റെ പ്രായം 24. അതുമൂലം സ്കൂളിലെ ടീച്ചർമാരുടെ ശരാശരി പ്രായം 3 കുറഞ്ഞു. എങ്കിൽ വിരമിച്ച ടീച്ചറിൻ്റെ പ്രായം എത്രയാണ്? ഇവിടെയും റീപ്ലേസ്മെൻറ്റ് പ്രോബ്ലമാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് നോക്കണ്ട, റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ശരാശരി എത്രയെന്ന് പറഞ്ഞിട്ടില്ല, അത് നമുക്ക് അസ്യൂം ചെയ്യാം. 12 ടീച്ചർമാരുടെ ശരാശരി A ആണെന്ന് കരുതുക. അതിലൊരു ടീച്ചർ വിരമിച്ച് പകരം മറ്റൊരു ടീച്ചർ വന്നപ്പോൾ അത് 3 കുറഞ്ഞു. അപ്പോൾ പുതിയ ശരാശരി എത്രയാണ്? അപ്പോൾ പുതിയ ടീച്ചർ ഉൾപ്പെടെ 12 ടീച്ചർമാരുടെ ശരാശരി A-3. റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫറൻസ് നോക്കാം. A-3 നിന്ന് A കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? -3. ആ -3 കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടോപ്പ് നമ്പറായ 12നോട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? -36. പുതുതായി വന്ന ടീച്ചർ 24 വയസ്സ്. നേരത്തെ ഉണ്ടായിരുന്ന ടീച്ചറിനേക്കാളും 36 വയസ്സ് കുറവാണ് പുതിയ ടീച്ചറിൻ്റെ പ്രായം. അതിനർത്ഥം 24നോടൊപ്പം 36 കൂട്ടുമ്പോൾ വിരമിച്ച ടീച്ചറിൻ്റെ പ്രായം കിട്ടില്ലേ? ഏതോ ഒരു സംഖ്യയിൽ നിന്ന് 36 കുറച്ചപ്പോൾ 24 കിട്ടി. അപ്പോൾ നമുക്ക് 24ലൂടെ ആ 36 കൂട്ടിയാൽ മതിയല്ലോ. 24 36 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 60 വയസ്സ്. ഇപ്പോൾ വിരമിച്ച ടീച്ചറിൻ്റെ പ്രായം 60ആണ്. കൺസെപ്റ്റ് പിടികിട്ടിയല്ലോ. കാരണം നേരത്തെ ഉണ്ടായിരുന്ന 60 വയസ്സുള്ള ടീച്ചർ വിരമിച്ചപ്പോൾ 24 വയസ്സുള്ളൊരു ടീച്ചർ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ശരാശരി 3 കുറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇവിടെ നമ്മൾ വർധനവല്ല കുറവാണ് കണ്ടുപിടിക്കുന്നത്. അത് എത്ര കിട്ടും? -36. അപ്പോൾ ഏതോ ഒരു സംഖ്യയിൽ നിന്ന് 36 കുറച്ചപ്പോഴാണ് ഇപ്പോഴത്തെ ടീച്ചറിൻ്റെ പ്രായം കിട്ടുന്നത്. അത് എത്രയാണ്? 24. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 24ലൂടെ 36 കൂടെ കൂട്ടിയാൽ മതി. വിരമിച്ച ടീച്ചറിൻ്റെ പ്രായം കിട്ടുമല്ലോ. അങ്ങനെ വിരമിച്ച ടീച്ചറിൻ്റെ പ്രായം 60ആണ്. പേഴ്സൺ ജോയിനിങ്, പേഴ്സൺ ലീവിങ്, റീപ്ലേസ്മെന്റ് എന്നീ കൺസെപ്റ്റിലുള്ള ഒട്ടുമിക്ക ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്താനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒറ്റ ട്രിക്ക് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ മുൻകാല മത്സര പരീക്ഷയിൽ ഇത്തരം ചോദ്യങ്ങളൊന്ന് ഈ രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് പുതിയ ട്രിക്സുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ് ഇതുവരെ സസൂക്ഷ്മം നിരീക്ഷിച്ച നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.